വർഷങ്ങളായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ട്രീറ്റ്മെന്റിനായി ക്ലിനിക്കിൽ വരുമ്പോൾ പലരുടെ കയ്യിലും ഒരു ടെസ്റ്റ് റിപ്പോർട്ടും കാണാറില്ല. പലരും അലർജി കൂടുതലായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ മാത്രം ഡോക്ടറെ കണ്ട് ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരും അല്ലെങ്കിൽ സ്വയം ചികിത്സ നടത്തുന്നവരൊക്കെയാണ്. അലർജി മാറാതെ നിന്നിട്ടും ബ്ലഡ് കൗണ്ട് പോലും നോക്കാത്തവരും ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് അലർജിയുടെ പ്രശ്നം വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ പ്രാഥമികമായി നിങ്ങൾ ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റുകളെ കുറിച്ച് പറയാം. ആദ്യമായി തന്നെ CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യണം. ESRന്റെ അളവ് കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യണം. AEC അഥവാ അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് കൂടുതലാണോ എന്ന് നോക്കാം. അടുത്തത് അലർജി ഉള്ള ആളുകളിൽ സാധാരണയായി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് IgE. ഏത് തരം അലർജൻ ആവട്ടെ, അത് പുക, പൊടി, കാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് അലർജി ഒക്കെ ആവട്ടെ, അതിനോട് നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് വളരെ ഉപകരിക്കും. അലർജിയുടെ പ്രശ്നങ്ങൾ മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും CBC, ESR, AEC, IgE എന്ന ടെസ്റ്റുകൾ ചെയ്യണം. നിങ്ങളുടെ ടോട്ടൽ IgE, AEC, ESR ലെവൽ വളരെ കൂടുതലായി കാണുകയാണെങ്കിൽ കൃത്യമായ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലൂടെ അതിനെ കുറക്കാനും അലർജിയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും സാധിക്കും.